പാതിരാമണൽ ദ്വീപിന്റെ ആവാസ വ്യവസ്ഥ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വേമ്പനാട് നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ ദ്വീപിൽ നാടൻ പക്ഷികളെ തുറന്നുവിട്ടു. പരിസ്ഥിതി പ്രവർത്തകനും MG സർവകലാശാല സീനിയർ ഫാക്കൽറ്റിയുമായ KV ദയാലിന്റെ 77ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് നേച്ചർ ക്ലബ് പ്രവർത്തകർ ദയാലിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ദയാലിന്റെ നേതൃത്വത്തിൽ കലവൂരിൽ നടത്തുന്ന വാനപ്രസ്ഥം കോഴ്സിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു. 50 കാടക്കുഞ്ഞുങ്ങൾ, 3 മണിത്താറാവ്, കരിങ്കോഴികൾ തുടങ്ങിയ പക്ഷികളെയാണ് തുറന്നുവിട്ടത്. ദ്വീപിന്റെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് പക്ഷികൾക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നതാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്ന് KV ദയാൽ ചാനൽ 91 ന്യൂസിനോട് പറഞ്ഞു. മൃഗങ്ങൾ ഇവിടെ വിടാം. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഇവിടെ 64 പശുവിനെ വിട്ടിട്ടുള്ളതാണ്. അവർ സ്വാഭാവികമായിട്ട് വളരുന്നതാണ്. അതായത് കറവ തീർന്നു കഴിഞ്ഞാൽ പശുവിനെ ഞങ്ങൾ ഇക്കരയിലേക്ക് കൊണ്ടുവന്ന് വിടും, പാതിരാമണിലേക്ക് കൊണ്ടുവന്ന് വിടും. ഇവിടെ ഒരാൾക്ക് ഒരു കാളയുണ്ടായിരുന്നു. അവർ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് മേറ്റ് ചെയ്തിട്ട് ചന പിടിച്ച് കഴിയുമ്പോൾ പ്രസവിക്കാറാകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് കൊണ്ടുപോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഈ മാനോ മറ്റു ജീവികളൊക്കെ മാനൊക്കെ ഇടാൻ പറ്റും. മാനിട്ടാലും മാനിൻ്റെ എണ്ണം പെരുകിയാൽ കൺട്രോൾ ചെയ്യണം, അത്രേ ഉള്ളൂ. എണ്ണം പെരുകി കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ മനുഷ്യരെ ഇടപെട്ട് അതിൻ്റെ എണ്ണം ചുരുക്കണം, അത്രേ ഉള്ളൂ. ഒരു എത്ര എണ്ണം കുറഞ്ഞതൊരു 50 എണ്ണം സുഖമായിട്ട് വളരും. അതിനുള്ള തീറ്റയും സൗകര്യവും എല്ലാം ഇവിടെ ഉണ്ട്. 64 ഓണർഷിപ്പ് ആർക്കാണ്, ആരുടെ കയ്യിലാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഗവൺമെന്റിന് അറിയാൻ പാടില്ല, പഞ്ചായത്തിന് അറിയാൻ പാടില്ല, മുനിസിപ്പാലിറ്റിക്ക് അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല. ഒറിജിനൽ ഇത് പോക്കൂര് ആരുടെയും കൈവശം ഇല്ല. ഇത് നല്ല ബലമുള്ളവർ വന്ന് കയ്യേറാങ്കി കയ്യേറിയത്. 6 മാസം കൂടുമ്പോൾ നടത്തുന്ന സർവേയിൽ പക്ഷികൾ ജീവിച്ചിരിപ്പുണ്ടോ, അവ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നും വിലയിരുത്തും. മുയൽ ഉൾപ്പെടെയുള്ള ജീവികളെയും ദ്വീപിൽ തുറന്നുവിടും. ദേശാടന പക്ഷികൾ ഉൾപ്പെടെ എത്തിയിരുന്ന ദ്വീപിൽ ഇപ്പോൾ കാക്കകൾ മാത്രമാണ് ഉള്ളത്. ദ്വീപിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ തിരികെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നേച്ചർ സിഗ്നേച്ചർ ഫൗണ്ടേഷൻ പ്രവർത്തകരായ മധുപാൽ, സന്തോഷ് കുമാർ, ഡോക്ടർ ജയചന്ദ്രബാബു, KP ജെയിംസ്, സദാനന്ദൻ, അർച്ചന, ധന്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ചാനൽ 91.